ഈ അക്ഷയ തൃതീയ ദിനങ്ങളിൽ സ്വർണം വാങ്ങുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരോട് എന്താണ് പറയാനുള്ളത്? ആ ദിവസം അങ്ങനെ സ്വർണം വാങ്ങുന്നത് എന്തെങ്കിലും അഭിവൃദ്ധിക്കോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കാരണമാണ് എന്നുള്ള ഒരു വിശ്വാസമൊക്കെ പലർക്കും ഉണ്ട്. അതായത് ഈ അക്ഷയ തൃതീയ ദിനത്തിൽ സ്വർണം വാങ്ങുന്നതിനെ പറ്റി പലപ്പോഴും ഓൾ ഇന്ത്യ ദൂരദർശനിൽ എന്നെ ചർച്ചയ്ക്ക് വിളിക്കുമായിരുന്നു, മറ്റ് ചാനലുകളിൽ. അങ്ങനെ വിളിച്ച അവസരത്തിൽ ഞാൻ കാണിപ്പയ്യൂരിനെ അല്ല, പക്ഷേ കാണിപ്പയ്യൂരിനെ പോലെ തന്നെ പ്രശസ്തരായ ചില ജ്യോത്സ്യന്മാരെ വിളിച്ചു. അവരെ ചാനൽ ചർച്ചയിൽ തന്നെ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവർ വിളിച്ച് അന്വേഷിച്ചു. ഇതിന് ഞാൻ ഗൂഗിളിൽ തപ്പിയപ്പോൾ അത് നോൺസെൻസ് എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ കാരണം അവർക്ക് അക്ഷയ തൃതീയൊന്നും ഗൂഗിൾ സൃഷ്ടാക്കൾക്ക് അത്ര പരിചയം കാണില്ല. ജ്വല്ലറി ഉടമകളൊക്കെ സൗജന്യ ഗിഫ്റ്റും ഓഫറും ഒക്കെ കൊടുക്കുന്നതുകൊണ്ട് കാരണം അവർക്ക് വലിയൊരു എന്താണ് പറയുക, വലിയൊരു വിൽപ്പന സാധ്യതയുള്ള ഒരു ദിവസമാണ്. അങ്ങനെ അതുകൊണ്ട് അവർ ഇപ്പോഴത്തെ കണ്ടില്ലേ, എല്ലാ സീസണിലും അതായത് ഓരോ ഓഫറുകളും വെച്ചിട്ട് എവിടെ ചെന്നാലും നമുക്ക് ഓഫറുകൾ. ഈ ഓഫറുകളെ പറ്റി തന്നെ പറഞ്ഞാൽ നമുക്കൊരു ഇൻ്റർവ്യൂ നടത്തേണ്ടതാണ്. കാരണം എന്ന് വെച്ചാൽ അത്ര ഭയങ്കര ലോ വിലയിൽ വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ. ഇപ്പോൾ ഞാനതിനെപ്പറ്റി സംസാരിക്കാൻ വന്നത്, ഇപ്പോൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് റീറ്റെയിൽ ട്രേഡിലുള്ളത് കൊണ്ട് മറ്റ് രാജ്യങ്ങളിൽ, അതായത് വളരെ വില കുറഞ്ഞ ഉൽപ്പാദിപ്പിക്കുന്ന ശ്രീലങ്ക പോലെ, അതും അല്ലെങ്കിൽ ബംഗ്ലാദേശ് പോലെ, അതും അല്ലെങ്കിൽ ആഫ്രിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ അതിൻ്റെ 10 ഇരട്ടി വില കൂട്ടി അഡ്വർടൈസ് ചെയ്തിട്ടാണ് അതിൽ നിന്ന് ഇത്ര വില കുറച്ച് തരുന്നെന്നും പറഞ്ഞ് ഇവിടെ വിൽക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? ഇവിടുത്തെ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസൊക്കെ കാലഹരണപ്പെട്ടു പോകും. കാരണം അവരുടെ ഉൽപ്പന്നങ്ങളൊന്നും ആ വിലയ്ക്ക് വിൽക്കാനൊക്കില്ല അവർക്ക്.